നമസ്കാരം ഗൈസ്, മിസ്റ്റർ മലയാളത്തിന്റെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ പുറകിലിരുന്ന് എൻ്റെ ഉള്ളി ഒരുക്കുന്ന കുറച്ച് കൂർക്ക അരിയാനുണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഒരു കല്യാണ വീടിൻ്റെ തലേ ദിവസത്തെ പ്രോഗ്രാം കണക്കാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് മാറാൻ പോവാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇപ്പം ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആസ്ഥാന കുക്ക് വരുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കുറേ ആൾക്കാർ വരുന്നുണ്ട്. എന്താണെന്ന് അറിയേണ്ട കാര്യം എന്താണ് കാര്യമാക്കി? യെസ്, ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ പെൺകുട്ടിയുടെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആക്ച്വലി കഴിഞ്ഞു. ബർത്ത്ഡേ സെലിബ്രേഷൻ നമുക്ക് ഹാളും സ്ഥലങ്ങളൊക്കെ കിട്ടി വരാണ്ട് ഒരു ഇച്ചിരി ഡിലേ. അതായത് 20-ാം തീയതിയാണ് ഞങ്ങൾ സെലിബ്രേഷൻ വെച്ചേക്കുന്നത്. ആക്ച്വലി ബർത്ത്ഡേ ഉള്ള 10-ാം തീയതി ആയിരുന്നു. 10-ാം തീയതി ബർത്ത്ഡേ കഴിഞ്ഞു. ഇപ്പം 20-ാം തീയതി ഈ വരുന്ന ശനിയാഴ്ച, അതായത് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ 20-ാം തീയതി കഴിഞ്ഞിരിക്കും. അപ്പോൾ 20-ാം തീയതിയാണ് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സും കുറച്ച് ഫാമിലീസും മാത്രമായിട്ടുള്ള ചെറിയൊരു പരിപാടി. അപ്പോൾ ഞങ്ങൾ ആവശ്യത്തിനുള്ള ഫുഡ് നാളത്തിന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ടച്ചിങ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫും ചിക്കനും പോർക്കും. ഇത് മൂന്നും ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി മീറ്റൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് റെഡിയാക്കാൻ വേണ്ടി. ബാക്കി പോർക്ക് നമ്മൾ അങ്കമാലി സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അങ്കമാലി സ്റ്റൈലിൽ അങ്കമാലിക്ക് വേണ്ടി കൂർക്കേക്കുന്നുണ്ട്. നമ്മൾ കൂർക്കേക്കുന്നുണ്ട്, വെള്ളത്തിൽ ഇട്ട് കൊച്ചുള്ളി എരിയുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന് തുടർന്ന് അത് മാത്രമല്ല, ഇന്ന് നമുക്ക് നാളെ ബർത്ത്ഡേ സെലിബ്രേഷൻ മാത്രമല്ല, ഇന്ന് നമുക്കൊരു 28 കെട്ടുമുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ പരിപാടിക്ക് വരുന്ന 1-2 ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഇന്നും നാളെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര വലിയൊരു ആഘോഷമാണ്. ഇന്ന് രാത്രി എന്തായി തീർന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നാളെ രാവിലെ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കൂ മിക്കവാറും. ഇത് ബർത്ത്ഡേയുടെ ഡെക്കറേഷൻ ഫുള്ള് രാജ്മോളാണ്. സ്വന്തമായിട്ടാണ് ഡെക്കറേഷൻ ഫുള്ള്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇവർക്കൊരു ഡെക്കോറ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ നാളെ നമ്മൾ ഈ വീഡിയോയുടെ ബാക്കി ഭാഗത്തോടുകൂടി എല്ലാം നിങ്ങൾ കാണുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൂർക്കയൊക്കെ അരിഞ്ഞ് പരിപാടി സെറ്റാക്കട്ടെ. ഇല്ല, നോക്കൂ എന്ത് സംഭവം. ഇല്ല അത് വരാണ്. ഒരു ഉമ്മ എടുത്തോ. അനത്ത് വെക്കാൻ പോയി കിടക്കാനത് ഉമ്മ കൊടുക്കും, പയ്യെ കൊടുക്കും. ഭയങ്കര ഉമ്മ കൊടുപ്പ. ഇപ്പം ഉമ്മ എടുത്ത രണ്ടമ്മമാര് കൊച്ചിനെയും കൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ 28 കെട്ടുന്നതിന്റെ ഇവന്റ് ആണ് കേട്ടോ. നമ്മുടെ മോണിയുടെ കൊച്ചാണ്. ഞങ്ങൾ 28 കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സൗമ്യം ഇതിനെല്ലാം എത്തിയിട്ടുണ്ട്. പിന്നെ ജില്ലുവിനെ ഇപ്പൊ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒറ്റയ്ക്ക് അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ കണക്ക് 28 കെട്ടാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി. നമ്മള് ചെറിയൊരു സെറ്റപ്പില് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ്. അതെ, ഈ കൊച്ചിന്റെ ജെൻഡർ റിവീൽ ഇവിടെ വെച്ചായിരുന്നു.
പ്രസവം അവരുടെ വീട്ടിൽ വെച്ചായിരുന്നു. ഞങ്ങളുടെ ജെൻഡർ റിവ്യൂ ഓർമ്മയില്ല. ഇറ്റ്സ് പോയി 2 കേക്ക് വാങ്ങിച്ചു തന്ന വിരുദ്ധൻ. അപ്പൊ എബ്രഹാം മോണിയുടെ നൂല് കെട്ടാം. എടാ കെട്ടാം നമുക്ക്. അല്ല നീ അവനെ ഇതിനകത്ത് പതുക്കെ ചുമ്മാ നീ വേഗം കേട്ടോ, ഓടിച്ചിട്ട് കേട്ടോ. നൂലെടുത്ത് കേട്ട പോണി. തളക്കുന്നുണ്ട്. കവളത്തോട്ടിട്ടു മതി, കവളത്തോട്ടിട്ടു. ഇപ്പഴാണ് നാടൻ കുഞ്ഞായ കരടി പറയും. കണിക്കുണ്ടോ? അവിടെ നോക്കിക്കേടാ. നീ എന്താ പെരുകാക്കണോ? ഇനിയുണ്ടോ പൊട്ടൂത്ത്? രാജി പൊട്ടു കിട്ടിയില്ലോ. ഞങ്ങള് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇല്ല എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞു. നല്ല കൊച്ചായ നമ്മുടെ നാടൻ തനിമ വന്ന്. ചിലര് നമുക്കൊന്ന് നൂല് കെട്ടിയാലോ? ഓ ഇല്ല കഴിഞ്ഞു. ഇത് ലാസ്റ്റ് കൊടുത്താലും കുഴപ്പമില്ലടാ. ഇത് എനിക്ക് മറ്റേ ഡയലോഗ് ഓർമ്മ തലയെ വെച്ചാ പേരിരിക്കും, ഉറുമ്പരിക്കും. അങ്ങനെയല്ലയോ നീ എന്നെ വളർത്തിയേ. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ആസ്ഥാന കുക്ക് സബ്ബറിയിൽ നിന്നും വന്ന ഓടി വന്നിട്ട് ഇപ്പൊ താണ്ട് നമ്മുടെ പോർക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ലിൻഡ പോർക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബീഫ് ഞങ്ങളുടെ ചിക്കൻ പാത്രത്തിൽ, ചിക്കൻ അവിടെ, ചിക്കൻ അവിടെ. ഇതെല്ലാം ഇന്ന് രാത്രി റെഡിയാക്കുന്ന ഇത് ലൈറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്. ചെറുതായിട്ട് തണുപ്പുണ്ട്. പിന്നെ നമ്മളെ മന്ദാകിനി, നിങ്ങളെല്ലാവരും മന്ദാകിനി സിനിമ ഉണ്ടല്ലോ, അതിനകത്ത് മന്ദാകിനി എൻ്റെ വീട്ടിപ്പുണ്ട്. പോർക്ക് കിടൂ. Happy birthday to you. Happy birthday to you. Happy birthday dear Jeevan. Happy birthday to you. God bless you. ബർത്ത്ഡേ വേവിക്കുമ്പോൾ ബീഫ് അവിടെ വേവുന്നുണ്ട്. അല്ല ബീഫ് അടുപ്പി കിടപ്പുണ്ടോ, അതാരും നോക്കുന്നുണ്ടോന്ന്. ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണമെന്നാണ്. നിങ്ങളുടെ കല്യാണമില്ല. ഇതിന് വല്ലാണ് ഞങ്ങളുടെ ഫ്രോസ്റ്റ് ഉള്ള കേക്ക് വാങ്ങുന്നത്. ഞങ്ങള് രാവിലെ ഉറക്കം എഴുന്നേറ്റ് പല്ലുപോലും തെക്കാതെ നമ്മള് ഹാളിൽ വന്നു. അതായത് നമ്മളിവിടെ തന്നെ നമുക്ക് ബാക്കി കുക്ക് ചെയ്യാം. വീട്ടിലൊന്നും ചെയ്യണ്ട. ഇവിടെ കുറച്ച് പാത്രം സെർവ് ചെയ്യാനുള്ള ഗ്ലാസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തേക്ക് നമ്മള് ബാർ കൗണ്ടർ എടുത്തിട്ടുണ്ട്. അതാണ് ബാർ കൗണ്ടർ. നമ്മൾ
നമ്മളോട് കള്ളം ഉള്ളതുകൊണ്ട് ഇവിടെ സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. സ്പെഷ്യൽ പെർമിഷൻ കൊണ്ടുവന്നിട്ട് നമ്മളോട് സ്റ്റിക്ക് ചെയ്യണം. നമ്മുടെ പെർമിഷൻ പ്രിന്റ് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് ഓട്ടിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ സെർവർ ഉണ്ടായിരിക്കണം. അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുമോ? അത് ഓപ്പൺ ചെയ്യണം. എന്നാലും ഇവിടെ തന്നെ നമുക്ക് ബാറ് കള്ള് തീർന്നാൽ ക്ലോസും ചെയ്യാം. ഓടാ ഇവിടെ ഞാൻ കിച്ചൺ ഒന്ന് കാണിച്ചു തരാം. അതെ, ഇവിടെ സിങ്ക് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് കിച്ചണിന് ഹാളിലേക്കുള്ള ഇത്. പിന്നെ നിങ്ങൾ കണ്ട കണക്ക് സ്റ്റൗ ഉണ്ട്. പിന്നെ കുറേ കുക്കിംഗ് പോട്ടുകളൊക്കെ ഉണ്ട്. ഒരു ഫ്രിഡ്ജ്, 2 ഫ്രിഡ്ജ്, ഫ്രീസർ, ഒരു ഫ്രിഡ്ജ് ഇവിടെ, ഒരു ഫ്രിഡ്ജ് അവിടെ, ഫ്രീസർ, അതാണ്ട് ഇവിടെ ഡിഷ് വാഷർ. ഇവിടെ നമ്മുടെ ഹാള്, ഇതാണ് ഹാള്. ഇനി ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഇനിയാണ് ഇവിടെ ഡെക്കറേഷൻ വരാൻ പോകുന്നത്. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഇസ് ഹിയർ. എന്നിട്ട് ഇവിടെ നിന്നതേ ഇതാണ് എക്സിറ്റ്. ഇതിലേ പോവും. ഇവിടെ വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. കോട്ട് റൂം ഉണ്ട്. ഇവിടെയാണ് എല്ലാം. പാർക്കിംഗ് ഒക്കെ അപ്പുറത്തെ സൈഡും ഉണ്ട്. വരുമ്പോൾ ഇവിടെ കിച്ചൺ. നമുക്ക് അച്ചാച്ചനെ പോയി നോക്കാം. കസേരകളൊന്നും നോക്കിയില്ല. ഇൻ കേസ് ഇവിടെ ഇനി ടേബിള്, കസേര തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്താകാനാണ് സാധ്യത. ഓ മൈ ഗോഡ്, ഒരുപാടുണ്ട്. ഇത് നമുക്ക് കസേരയൊക്കെ മാറിക്കഴിയുമ്പോൾ ഇവിടെ ചേഞ്ചിങ് റൂം കൂടി ആക്കാം. ഡാൻസ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ ഉടുപ്പൊക്കെ മാറാനുള്ള ചേഞ്ചിങ് റൂം കൂടിയാണത്. അപ്പോൾ ലെറ്റ്സ് സീ. നമ്മളോട് ഒന്ന് അവിടെ ഡെക്കറേഷനൊക്കെ തുടങ്ങി. ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവരുന്നുണ്ടോ. ഇതിനും അളിനും കൂടെ കംപ്ലീറ്റ് സൗണ്ട് സെറ്റപ്പ്. ഇവിടെ മ്യൂസിക്, അവിടെ സ്റ്റേജ്, ഡെക്കറേഷൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടെണ്ണം ഒരുമിച്ചിടുവാണോ? ഓക്കെ, അത്യാവശ്യം ടേബിൾ ഉണ്ടല്ലോ അല്ലേ? ചെയറും ടേബിളും ഇവിടെ അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്. വളരെ ചീപ്പായിട്ട് അടിയിലോട്ട് ഇട്ടൊരു ഹോളാട്ടോ. വളരെ ചീപ്പായിട്ട് അടിയിലോട്ട് ഇട്ടിയ ഹോളാണ് അല്ലേ? ചീപ്പുമാണ്, നല്ല സ്പേസുമാണ്. എനിക്ക് ബോധം വീണല്ലോ. ചോറ് കഴിച്ച്, ഫുഡ് കഴിച്ച്, ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നില്ല? നമ്മള് ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യാൻ പോവാണേ. നമുക്കൊരു കൊട്ട ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് എല്ലാം നമ്മള് അൺറാപ്പ് ചെയ്യാൻ പോലെ. ഡാഡ വെച്ചാലോ കൊച്ചിന് സന്തോഷം എത്തുള്ളൂ. ഇവിടെ ഒരു ബേബി കിടപ്പുണ്ട്. ടമ്മി ടൈം ആണ് അവന്റെ, ടമ്മി ടൈം. അപ്പൊ അവൻ ടമ്മി ടൈം എൻജോയ് ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങള് ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യാൻ പോവാണ്. പല്ല് കാണാടിച്ചില്ലു. പെപ്പാപ്പി കാറ് ആതിര ജിലുതാ ജിലു 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 ജിലു. Here goes നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യാണ്. ഓൾ ദ വേ ഫ്രം സഡ്ബറി. ഇത്രയും വലിയ കത്തിയോ? കണ്ണാണ്. ഗിഫ്റ്റ് 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 ഗിഫ്റ്റ്. ജിലുന്റെ ഫേവറേറ്റ് ഡ്രസ് ഇട്ടിട്ടാണ് ജിലു അൺറാപ്പ് ചെയ്യുന്നത്. ജിലുന്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് ഈ ഡൈപ്പർ. അതിട്ടിട്ടാണ് ജിലു ഫുൾ ബോക്സ് ഫസ്റ്റ് ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കമന്ററി ഒക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. And here goes the first gift. കൊച്ചിന് വലിച്ചിക്കണം, കൊടുക്കണം. ജിലു സ്കൂട്ടർ. ഇതെന്താ ജിലു? എന്താ? അടുത്ത ഗിഫ്റ്റ് വരെയാണ്. അടുത്ത ഗിഫ്റ്റ് പെപ്പ പിഗിന്റെ ഇതിൽ വന്ന ഗിഫ്റ്റ്. ഓൾമോസ്റ്റ് സെയിം ആണോ?
ഏകദേശം അതിന്റെ പോലെ തന്നെ ഒരു സാധനമാണിത്. അങ്ങനെ മനസ്സിലായി. ഓ മാൻ, അടുത്ത നമ്മുടെ ഗിഫ്റ്റ് വന്നിരിക്കുകയാണ്. ഓൾമോസ്റ്റ് സിമിലർ ജിലു. ചെറിയ ക്യാമറ കണ്ടാ ചെറിയ നമ്മളല്ലേ ജിലു? ഇതാണെങ്കിൽ ഇരിക്കും ഗൈസ്. പക്ഷെ ഇപ്പൊ ഫിക്സ് ചെയ്യണ്ട, പിന്നെ ഫിക്സ് ചെയ്യാം നമുക്ക്. സെൽഫായിട്ട് ചവിട്ടിപ്പോകാൻ പറ്റുന്നേ. നമ്മുടെ കൂട്ടത്തിൽ വന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. നമ്മുടെ ഫോട്ടോ. ഹാപ്പി ബർത്ത്ഡേ ജില്ലു ബേബി. ഇത് കണ്ടില്ല കേട്ടോ. ഫോട്ടോസ് ഒക്കെ ഇത് ഞാൻ ജസ്റ്റ് അയച്ച ഫോട്ടോസ് എല്ലാം ഉണ്ട്. അൻവർ വാവ്, ജിലു ജിലു. മേലത്തെ കെട്ട് പോലെ അഴിക്കായിരിക്കും ജിലു. ഇത് എന്താ ഇതിന്റെ അകത്ത്? ഞാൻ പറയുന്നത് അതിന്റെ അകത്തൊരു ബ്ലാങ്കറ്റ് ആയിരിക്കും. ഡോളോ? ടെഡി ബിയർ. അങ്ങനെ നമ്മൾ പല ഗസ്റ്റിന് ശേഷം നമ്മൾ തുറക്കുകയാണ്. ഞാൻ പറഞ്ഞ സത്യം, ഞാൻ പറഞ്ഞതാണ്. എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. അൻവർ മിക്ക തവണ കൊണ്ടുവന്നതും കസ്റ്റമൈസ്ഡ് ആണ്. സമോറ എന്ന് എഴുതിയത് വന്നിട്ടുണ്ടായിരുന്നു. ഓ ജീലു, നമ്മള് വാങ്ങിച്ചില്ലല്ലോ ഇതുവരെ. ഓ വാവ്, നൈസ് ജിലു. എന്തായാലും കാർഡ് കിട്ടിയിട്ടുണ്ട് അതിന്റെ കൂടെ. നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ലിറ്റിൽ വൺ. എന്ത് എഴുതിയിട്ടുണ്ട്? Dear Jilu baby, great 1 year old has a birthday today. Hope you enjoy it and have fun all the way. Happy birthday. May God's love surround Jilu baby today and always filling your life with happiness, health and endless wonder. Wish from Anwar and Lakshmi. Oh, Thank you. thank you. Already. ഇത് മറ്റേ എന്താ ഇവിടുത്തെ ശാന്തനയും ജില്ലുവിന് വീണ്ടും ഒരു വണ്ടി. ഇതിലേ വണ്ടി അടുത്ത നേരത്തെങ്ങാനും യാത്ര ചെയ്യോ? ഹാപ്പി ബർത്ത്ഡേ. ഓ ജിലു തൊപ്പി. ഓ ജിലു നോക്കി, ജിലു നോക്കി. My phone is ring. Lots of love from Kiki, Ashish, Chandana. ഇതില് തൊപ്പിയൊക്കെ, ഇതിന്റെ വലിയ തൊപ്പി. അത് നോക്കട്ടെ. ടാറ്റാ. ഓ ഇതില് കൊക്കുമല്ലിന്റെ ബൈക്ക്. ജിലു ഇതില് ഷോപ്പിങ്ങിന്. ജിലു ഇതാ നോക്കി. ഹായ്, മിണ്ടരുത്, പോയിക്കോളാൻ പറ വഴി. അതുവഴി വരരുത്. അവള് മറന്നിരിക്കുക. ഇതില് നോക്കി ഇരുന്ന് ഇരിക്ക്. ഓ അടിപൊളി. ഇതിനകത്തെ പരിപാടി നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു പരിപാടിക്ക്. ജിലുവിന് ഒരു ബേബിനെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ രാവിലെ പൊട്ടിച്ചു, കാരണം അവൾ ആദ്യം പോയി തുറന്നു നോക്കിയ സാധനം അതാ. അതിനൊരു പാലൂപ്പി ഉണ്ട്, അതും കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് ഫ്രം വെയർ, നമുക്ക് അതിന്റെ അഡ്രസ്സൊക്കെ നോക്കാം. അവള് കൊണ്ടുവന്ന് കൊടുപ്പിന്റെ. അതിന്റെ അകത്ത് കാട്ടില്ല. എന്തായാലും നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നു. ഐസി. ചിരുന്നു. കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് നോക്കിയായിരുന്നു ഈ ഉടുപ്പ്.
ഇത്രയും ഗിഫ്റ്റ് പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് വയ്യ, കൈ വേദനിക്കുന്നു. അതുകൊണ്ട് ഞങ്ങള് ഗിഫ്റ്റ് ഒക്കെ ഒരു ഫോട്ടോയോ വീഡിയോ ഒരു എളുപ്പം പെട്ടെന്ന് കാണിച്ചു തരാം.